മക്കളെ DP11 സ്റ്റാർട്ട് ചെയ്യാം. പഠിച്ചേ. ആൻ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ഹാസ് നെറ്റ് അസെറ്റ് എത്രയുള്ളത്? 8 lakh നെറ്റ് അസെറ്റ്. പ്രോഫിറ്റ് എത്ര പറയുന്നത്? ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നോട്ട് ചെയ്യുന്നതാ. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്ര? 1,00,000. ഇവരിഞ്ഞ് ടാക്സിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് പാറ്റായിട്ട് ഏതെന്നെ എടുക്കാം? അസ്യൂംഡ്. വേറെ എന്താ ചെയ്യാം? അസ്യൂംഡ് ആസ് ഏതാണ്? പാറ്റ്. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ പിന്നെ കുറയ്ക്കണ്ടല്ലോ. ടാക്സ് ഇല്ല, കുറയ്ക്കണ്ട. അപ്പോൾ അത് തന്നെയാണ് ഇത് പാറ്റ്, അല്ലെങ്കിൽ ഏത്? നെറ്റ് ഇൻകം. ഓക്കെ, അപ്പോൾ അത് എളുപ്പമായി. ഇനി അടുത്ത ഏതാ? കാൽക്കുലേറ്റ് ഏതാണ്? നോഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12%. പിന്നെ എന്ത് പറഞ്ഞിട്ട്? റിസിജ്വൽ കമൻറ്റ് ഓൺ ദ റിസിജ്വൽ ഇൻകം ഫോർ ദ പീരീഡ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? റിസിജ്വൽ ഇൻകം കാണില്ലേ? എന്താ ഇക്വേഷൻ? റിസിജ്വൽ ഇൻകം ഈസ് ഈക്വൽ ടു RI ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് മിനിമം റിട്ടേൺ ഓൺ നെറ്റ് അസെറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,60,000 മൈനസ് എത്രയാ? ഒറ്റ സ്ട്രക്ചർ ചെയ്യാൻ വേണമെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്ര തന്നിട്ടുണ്ട്? 8 lakhൻ്റെ എത്ര ശതമാനം? 12%. പ്ലസ് ചെയ്താൽ എത്ര വരും? 64,000. കിട്ടിയില്ലേ? ഞാൻ ചോദിക്കേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെന്റ് സെന്റർ അല്ലേ? അപ്പൊ അവരുടെ ഡിസിഷൻ എന്താ? ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേന്നല്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ? അവർ 8 ലക്ഷം രൂപ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് എത്ര പ്രോഫിറ്റ് ആക്ച്വലി കിട്ടാൻ പോവാണ്? 1,60,000. ആ 8 ലക്ഷത്തിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് പ്രതീക്ഷിക്കുന്ന മിനിമം പ്രോഫിറ്റ് എത്രയാ? 8 ലക്ഷത്തിന്റെ 12% എത്ര വരാം? 96,000. 96,000 റുപ്യ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചു കൊടുത്ത് 1,60,000 കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലേ? നിങ്ങൾ പ്രതീക്ഷിച്ച പ്രോഫിറ്റിന്റെ അപ്പുറത്തേക്ക് 64,000 വരും. അതല്ലേ റിസിജ്വൽ ഇൻകം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ത് ചെയ്യട്ടെ? ഇൻവെസ്റ്റ് ചെയ്യട്ടെ. അടിയിൽ എഴുതാം. The investment center manager should invest in that particular project. Because they will get a profit. Beyond their expected return. Beyond their expected profit. That's all.